അപ്പോൾ ഓക്കെ പോകാമെന്നാ. മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണിയായി. ഡേറ്റ് എത്ര മണി? ജൂൺ 13 അല്ലേ. അപ്പോൾ ഇത് സൊമാറ്റോ ഉള്ള നമ്പർ 89 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 13 അല്ലേ. ജൂൺ 13 വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ചയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണിയായി. അപ്പോൾ ഇൻട്രോ എടുക്കാൻ സമയമൊന്നുമില്ല, കാരണം ഓർഡറും കുറവായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നേരെ ഓർഡർ അടിച്ച് പെട്ടെന്ന് പോകാം. സമയമില്ല. ഇൻട്രോ ആണെങ്കിൽ പിന്നെ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഇൻട്രോ ആയിരിക്കട്ടെ അല്ലേ. ഓക്കെ ടാറ്റാ, പോയിട്ട് ബൈ ബൈ, സീ യു. അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് അത് സൊമാറ്റോ ഉള്ള നമ്പർ 89 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ, നേരത്തെ പറഞ്ഞ പോലെ ജൂൺ 13. അപ്പോൾ ഫോൺ, പേഴ്സ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് നേരെ പൂജാപ്പുരം മെയിനോട് പോകാം. അവിടെ പോയിരുന്ന് ഫസ്റ്റ് ഓർഡർ അടിച്ച് കൊണ്ടെങ്കിലും പോകാം. ഓക്കെ. അപ്പോൾ ലൈഫിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാൽ ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. വാ 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 വാ, അടിച്ചു കയറി വാ, എല്ലാവരും അടിച്ചു കയറി വാ. ഈ അടിച്ചു കയറി വാ ട്രെൻഡിങ് 1 മാസം കാണുമായിരിക്കും അല്ലേ. അത് കഴിയുമ്പോഴേ മാറുമായിരിക്കും. ശരി, കുഴപ്പമില്ല, ഇരിക്കും വരെ ഓടിക്കാം. ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഇപ്പം നല്ലൊരു അടിപൊളി വൈകുന്നേരം സമയമാണ് ഇപ്പം. സൂപ്പർ അല്ലേ. പള്ളിയിൽ പാട്ട് കേൾക്കണം. പാട്ടല്ലോ വാങ്ങല്ലേ. അപ്പോൾ നമുക്ക് നേരെ വണ്ടി കൊണ്ട് സൈറ്റ് ഒതുക്കാം. ഒരു 10 മിനിറ്റ് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ലൊക്കേഷൻ മാറ്റിக்கலாம். ഓക്കെ ഓക്കെ. കുറച്ച് നേരം ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാം. വാ, ഓർഡർ അടിച്ചില്ലല്ലോ. റീൽസ് നോക്കാം. റീൽസ്. എൻ്റെ അമ്മ, അതെന്തോ ഇത്? ഈ ആടിന് തീ പൊള്ളൂലേ? നോക്ക്. എൻ്റെ അമ്മ. ഓ, ആടിൻ്റെ പുറത്ത് മറ്റേ ഇതുണ്ടല്ലോ, ചെള്ള്. ആ ചെള്ള് ചാവാൻ വേണ്ടിയിട്ടായി മിക്കവാറും തീയിൽ വയ്ക്കണത്. കണ്ടാ ആ ചെള്ള് കണ്ടാ. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴേ ആടിൻ്റെ ദേഹത്തുള്ള മുടി കത്തി പിടിക്കൂലേ? അതാണ് ആലോചിക്കണത്. ശരി, അടുത്ത് നോക്കാം. ആ ഓർഡർ അടിച്ചാൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അസീസ് റെസ്റ്റോറൻ്റാണ്. റീച്ച് ലൊക്കേഷൻ. ഓക്കെ, ഒരു 14 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വാ, റീൽസ് നോക്കാം. പിന്നെ എന്താ അടുത്തെന്ന് തോന്നുന്നു. ആ മഴയത്ത് റൈഡ് നമ്മളെ പോലെ സ്കിഡായി. ഇപ്പോൾ വീഴോ? അടിപൊളി, സൂപ്പർ. ആഹാ, അടുത്ത്. ഓക്കെ, ഡാൻസ്. അടുത്ത്. ഓ, മരത്തിൽ നിന്ന് ചാടി കളിക്കുന്നു. ബൈക്ക് ഷോ. എന്തോന്നാ, ബിരിയാണി ആയിരിക്കും. പിന്നെ അടുത്തത്. ആ അടിപൊളി ലൊക്കേഷൻ അല്ലേ, സൂപ്പറായിരുന്നു. ഹെലിക്യാമാണ്. അടുത്തത് എന്തോന്ന് കാണിക്കാൻ പോകണം? രംഗച്ചേട്ടാൻ. അടിപൊളി. ശരി, മതി നോക്കിയത്. വെറുതെ ചാർജ് കളയണ്ട ഫോണിൻ്റെ അല്ലേ. ഓക്കെ, റെഡി വന്നു. പാപ്പ എടുക്കാം. എപ്പോഴും ഫസ്റ്റ് അടിക്കുന്ന ഇവിടെയാണല്ലേ, അസീസ് റെസ്റ്റോറൻറ്റ്. അതെന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വീട്ടിൻ്റെ അടുത്തായി പോയില്ലേ. ഇവിടെ ഓർഡർ. ഓക്കെ അപ്പോൾ പോന്നാ. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വലിയ വിളയാണ്. ഇവിടെ 3.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ കൊത്തു പൊറോട്ട വിത്ത് ചിക്കൻ ഫ്രൈ പ്ലസ് ലൈം ജ്യൂസ് ഉണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 7:05 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ. 1 മണിക്കൂറിൽ ഒരു ഓർഡർ അടിച്ചോളൂ. ആ പാടം എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ കുറവല്ലേ. പൊതുവേ ഒരു തിങ്കൾ തൊട്ട് വ്യാഴം വരെ ഭയങ്കര ഓർഡർ കുറവാണ്. പിന്നെ വെള്ളി ശനി ആകുമ്പോഴേക്കും നല്ല ഓർഡർ കയറിക്കോളും. പിന്നെ ഞായറാഴ്ച പറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെ മഴയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർഡറാണ്. അതുകൊണ്ടാണ് മഴ ആഗ്രഹിക്കുന്നത്. പിന്നെ മഴയത്ത് ഓടിക്കാൻ റിസ്ക് ആണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? റേണിങ്സ് വേണ്ടേ അല്ലേ? കിടന്ന് കഷ്ടപ്പെട്ട് ഓടിയിട്ട് കാര്യമില്ല. പൈസ വേണം, അതല്ലേ മെയിൻ വിഷയം. ഏലേ ഏലേ ദോസ്തിടാ നാട്കൾ പുതുസാച്ച് ദോസ്തില്ലാട്ടി വേസ്റ്റിടാ കേള് എൻ പേച്ച്. വരിയും കറക്റ്റല്ലേ, ട്യൂണും കറക്റ്റല്ലേ പാടുന്നത്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ട്രിപ്പ് പോകണം തോന്നുന്നു കൂട്ടുകാരന്മാരായിട്ട്. ഇപ്പോൾ എന്തൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് ട്രിപ്പ് പോയാലും കൂട്ടുകാരന്മാരായിട്ട് പോകുന്ന ട്രിപ്പ് തോന്നുന്നത് വേറൊരു ഫീലാണ്. അത് ഫണ്ണാണ്. ഫുൾ ഫ്രീഡമാണ് അവിടെ. നമുക്ക് എന്ത് സംസാരിക്കാം, എന്ത് വേണമെങ്കിൽ പറയാം, എന്തൊക്കെ ചെയ്യാമെന്നറിയാമോ. ഫാമിലി ആകുമ്പോൾ ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ നമ്മൾ നിൽക്കണം. കൂട്ടുകാരന്മാർ അങ്ങനെയല്ല. അവിടെ കളത്തൽ കാണും, ചീത്തവിളി കാണും. അതൊക്കെ രസമാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു ഫ്രണ്ട്സ് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് കാറിലാണെങ്കിൽ ട്രെയിനിലായിരിക്കും മിക്കാറും. അപ്പോൾ എല്ലാവരും എല്ലാ വ്ളോഗും കാണണം. സൊമാറ്റോ മാത്രം കാണല്. എല്ലാ വ്ളോഗും അടിപൊളി തന്നെ. എല്ലാം ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്രയും പറയാനുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യും മാക്സിമം. ഒന്ന് എന്നെ കൊണ്ട് മാക്സിമം ബെസ്റ്റ് തരാം. ബാക്കിയുള്ളത് നിങ്ങളെ കയ്യിൽ. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. മൈത്രി നഗർ. ലൊക്കേഷൻ എത്തിയാ? പിന്നെ എന്ത് നമ്മൾ നോക്കണത്? ഹൗസ് നമ്പർ 7 ഓക്കെ. റീച്ച് ലൊക്കേഷൻ. ലീവ് ഓർഡർ അറ്റ് ദ ഡോർ. ഓക്കെ, അപ്പോൾ അവിടെ വച്ചിട്ട് പോകാൻ പറയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. വണ്ടി ഒതുക്കിയിട്ട് ഓർഡർ കൊണ്ട് കഥവിൻ്റെ അവിടെ വച്ചിട്ട് പോകാം. കഥവിൻ്റെ അവിടെ കൊണ്ട് വച്ചിട്ട് ഫോട്ടോ എടുത്ത് അയക്കണം. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. പട്ടി വല്ലതും ഉണ്ടോ എന്തോ. ഹൗസ് നമ്പർ 7 എഴുതി തന്നെ. ഓക്കെ, പട്ടി ഉണ്ടെങ്കിൽ ഓടേണ്ട എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അവിടെ വയ്ക്കാം. ടേബിൾ ഉണ്ടല്ലോ. അവിടെ വെച്ചേക്കാം. ആൾ വന്ന്. ഓക്കെ, വെച്ചിട്ടുണ്ടേ. ഫോട്ടോ എടുത്തേക്കാം. ആൾ വന്ന് കുഴപ്പമില്ല, ഫോട്ടോ എടുത്തേക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ശരി. ഓക്കെ, അപ്ലോഡ് ഫോട്ടോ. ഓർഡർ ഡെലിവേർഡ്. പോകാം. ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 32.15 അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. തിരുമല പോകുന്ന തിരുമല പോയി കഴിഞ്ഞാൽ തിരിച്ചും കൂടെ അടിക്കോളൂ. പേയാട് മലയങ്കീഴ് ഭാഗത്തൊക്കെ. അപ്പോൾ രാവിലെ മൊത്തം ഓർഡർ ചെയ്ത് 7 ഓർഡറാണ്. കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 293 രൂപയാണ്. രാവിലെ കുറവാണ്. ഇൻസിഡൻറ്റ് അടിച്ചൊന്നുമില്ല. നോക്കാം. അപ്പോൾ എന്തായാലും വൈകിട്ട് കൂടെ ഓടുമ്പോഴേ ശരിയായിക്കോളും. ഇൻസിഡൻറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ എമൗണ്ട് കയറാൻ ചെയ്യും. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, നമ്മൾ തിരുമല എത്തിയിട്ടുണ്ട്. ഇവിടെ മരം കണ്ട എല്ലാം വെട്ടിയിട്ടിരിക്കുകയാണ്. മരത്തിൻ്റെ മെയിൻ കൊമ്പുകളൊക്കെ. കാരണം ഭയങ്കര മഴയും കാറ്റൊക്കെ അടിക്കുമ്പോഴേ ചിലപ്പോൾ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുമല്ലാതെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ലൈൻ കണ്ടാ. അപ്പോൾ ഇതിൽ കയറി തട്ടി ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. ശരി, നല്ലതിനല്ല. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ബ്രേക്ക് ടൈം കഫേയാണ്. ബ്രേക്ക് ടൈം കഫേ മിക്കവാറും നേരം വെളുക്കും. അവിടെ പോയി 1/2 മണിക്കൂർ പോകും. കുറഞ്ഞ മണിക്കൂർ ഞാൻ പറയണത്. ചിലപ്പോൾ ലക്കിന് റെഡിയായി ഇല്ലെങ്കിൽ ഇല്ല. അത്ര തന്നെ. ഈ ഏരിയയിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അതുകൊണ്ട് പയ്യെ നോക്കി വളയ്ക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പയ്യെ കയറിക്കണം. സ്ലോ സ്മോൾ അതുപോലെ അല്ലേ. കണ്ടന്റ് വേണ്ടി എന്തൊക്കെ പറയാണ്ടിരിക്കണം അല്ലേ. എന്തെങ്കിലും പറഞ്ഞാൽ പറ്റുമോ അല്ലേ. ഒരേ കാര്യം പറഞ്ഞാൽ പുറത്ത് പോകില്ലേ. അതുകൊണ്ട് എന്തെങ്കിലും പറയണം. കോമഡി ആയിട്ടൊക്കെ. കോമഡി ആണെങ്കിൽ ചിരിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിക്കുമോ. അത്ര തന്നെ. ഓക്കെ, സ്കിപ്പ് അടിച്ചുള്ളതിൽ ഫുള്ള് കാണണമായിരുന്നു. റീച്ച് ലൊക്കേഷൻ റെഡിയായി. എൻ്റെ അമ്മോ, ഇന്ന് മിക്കവാറും ഇടിയും മിന്നലും മഴയായിരിക്കും. ഓ, ബ്രേക്ക് ടൈമിലൊക്കെ ഒരു സാധനം റെഡി ആവണമെങ്കിൽ റയറാണ് അതൊക്കെ. അത് 100-ൽ ഒരാൾക്കാണ്. 100-ൽ 1000. അപ്പം ഞാൻ വന്നിട്ട് 1000-ൽ ഒരുവനാണ്. 6989 ഇതേനെ. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, മണി ഇപ്പോൾ 7:30 മണിയാവാറായി. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തച്ചോട്ടുകാവാണ്. ഇവിടുന്ന് കറക്റ്റ് 3.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഷവായ മന്തിയാണ്. തച്ചോട്ടുകാവ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പെരുകാവ് എന്ന് പറയും. പെരുകാവ് തച്ചോട്ടുകാവ് എന്നിട്ടിരിക്കുന്നത് മാപ്പിൽ. അപ്പോൾ ഇനി മിക്കവാറും അടുത്ത ഓർഡറിൽ ഇങ്ങോട്ടായിരിക്കും. തച്ചോട്ടുകാവ് മലയങ്കീഴ് പേടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരിടത്ത് അടിച്ചു കഴിഞ്ഞാൽ അതേ അടിച്ചുകൊണ്ടിരിക്കും. സംഭവം എനിക്ക് ഇവിടുത്തെ കാര്യം ഭയങ്കര ഇഷ്ടമാണ്. ട്രാഫിക് ബ്ലോക്ക് കുറവാണ്. ഒരു പ്രത്യേക വൈബാണ് ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ. പക്ഷേ മെയിൻ വിഷയം എന്ന് പറയുന്നത് തിരിച്ച് കാലിടിച്ച് പറഞ്ഞണം. വേറെ പാട്ട് പാടിയല്ലോ. അത് പാടിയല്ലോ ഒരിക്കൽ അല്ലേ. നല്ല നൻപൻ ഇല്ല എന്നാൽ ഒരു പാട്ടിൻ്റെ വരി അറിയണം. ചുമ്മാ എങ്ങനെ പാടാൻ പറ്റും. പാട്ടിൻ്റെ വരി പഠിക്കാനുള്ള സമയത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ജയിച്ചേനെ. എന്താ കാലത്ത് പഠിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. സ്കില്ലാണ് വേണ്ടത്. നല്ല കഴിവ്, ക്രിയേറ്റിവിറ്റി വേണം. അതുകൊണ്ടെങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ എന്തെങ്കിലും പഠിച്ച് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അതിൽ നമ്മൾ സ്കിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിരിക്കണം. നമ്മളാണ് കിങ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. സീരിയസ് ആയിട്ട്. അപ്പോൾ അതെങ്ങനെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം പഠിക്കുക. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനൊരു ക്രിയേറ്റീവ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അതുവഴി നമ്മൾ ലൈഫ് സെറ്റിലാവും. ഇതാണ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആൾറെഡി ഒരിക്കൽ പറഞ്ഞ മെസ്സേജാണ്. ഒന്നുകൂടെ മാറ്റി പറയണമെന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇവിടെ വഴി ഉണ്ടോ? ഉണ്ട്. ഇവിടെ മണ്ണ് റോഡാണ്. അവിടെയാണോ? ഓക്കെ, ഇതാ. ഓക്കെ, അപ്പുറത്തായിരുന്നു. ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 37.24 അപ്പോൾ നേരെ വന്ന് തിരിച്ച് പോകാം. തിരുമല പോകാം. ഒരു കാര്യം, കസ്റ്റമർ താങ്ക്സ് പറയുമ്പോഴേ നമ്മൾ തിരിച്ച് വെൽക്കം എന്ന് പറയേണ്ടത്. ഞാൻ താങ്ക്സേ പറയുള്ളൂ. കാരണം വേറെ ഒന്നും ഉണ്ടല്ല. അതായത് ഇപ്പം നമുക്ക് ജോലി തരുന്ന ആരാണ്? സൊമാറ്റോ എന്നാണ് വിചാരം. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ജോലി തരുന്നത് കസ്റ്റമറാണ്. സൊമാറ്റോ വഴി കസ്റ്റമറാണ് നമുക്ക് ജോലി തരുന്നത്. അപ്പോൾ അവർ ജോലി തരുന്നതുകൊണ്ടാണ് നമുക്ക് വരുമാനം പറഞ്ഞത്. അപ്പോൾ നമ്മളെ വരുമാനത്തിന് അവരാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് താങ്ക്സ് അവർക്കാണ് ഞാൻ പറയേണ്ടത്. ചില കസ്റ്റമർ ഫുഡ് ഓർഡർ ചെയ്യും പ്ലസ് ട്രിപ്പും തരും. അപ്പോൾ അതുകൊണ്ട് താങ്ക്സ് പറഞ്ഞാൽ തിരിച്ച് വെൽക്കം പറഞ്ഞത് നിർബന്ധമൊന്നുമില്ല. താങ്ക് യു പറഞ്ഞ ഒരു വിഷയമൊന്നുമില്ല. കാരണം ഇവിടെ 2 പേർക്ക് ആവശ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് 2 പേര് താങ്ക്സ് പറയാം. ഓക്കെ, നമ്മളിങ്ങനെ തിരുമലയിൽ ഇടപ്പഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. പാങ്ങോട് വഴി. സംഭവം തിരുമല എന്ന് അറിയാലോ. ഒന്നും ഓർഡർ അടിക്കില്ല കുറേ നേരം കൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അടിക്കുന്ന ഓർഡറിൽ അങ്ങോട്ടാക്കി പേയാട് മലയങ്കീഴ് ഭാഗത്തൊക്കെ പണി കെട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇവിടെയാണ്. നേരെ പോയാൽ ഇടപ്പഴി ശാസ്തമംഗലം. പിന്നെ അവിടെ നിന്ന് നല്ല ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. സൂപ്പറായിട്ട്. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ വേറെ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ, കറക്റ്റാക്കി നിൽക്കണം അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ ഇവിടെ ആളില്ല മെയിനായിട്ട്. എല്ലാവരും പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് ചെയ്യൽ ഇത് ചെയ്യൽ, ഇങ്ങനെ പോയി അങ്ങനെ പോയി ഇങ്ങനെ പോകും. അപ്പോൾ പൊതുവേ നമ്മളെ മോട്ടിവേറ്റ് ആൾ കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ നമ്മളെ കൂടെ നിൽക്കുന്നത്. ആരെങ്കിലൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്താലും ആ ഒരു സമയത്ത് മാത്രമേ മോട്ടിവേഷൻ ആയിക്കോളും. അപ്പോൾ സെൽഫ് മോട്ടിവേഷൻ മാത്രമാണ് നമ്മൾ മുന്നിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് മാത്രം മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല മോട്ടിവേഷൻ പാട്ടുകൾ കേൾക്കുക, മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കുക, മോട്ടിവേഷൻ സിനിമ കാണുക. അങ്ങനെ മോട്ടിവേഷൻ കാര്യങ്ങൾ കുറേ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ, വേറെ വഴിയില്ല. കാരണം ജീവിച്ചാലേ പറ്റൂ. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗരം മസാലയാണ്. നേരെ പോവാം. അടുത്തതിന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത്. അത് വണ്ടി അറൗണ്ട് 5 പഴയ മോഡൽ. കൊള്ളാം അല്ലേ, പഴയ മോഡൽ. റീച്ച് ലൊക്കേഷൻ. ഓക്കെ, റെഡി ആയി. 0015 അല്ലോ മറ്റേ. ഓക്കെ, അങ്ങനെ 3ാമത്തെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം അൽഫാം ചിക്കൻ ആൻഡ് പൊറോട്ടയാണ്. പോകേണ്ട സ്ഥലം കുന്നപ്പുഴ. ഇവിടെ നിന്ന് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. തിരിച്ച് തിരുമല പോകണോ? അവിടെ നിന്ന് എസ്കേപ്പ് ഇങ്ങോട്ട് വന്നാണ്. തിരിച്ച് അങ്ങോട്ട് അടിച്ചിട്ടുള്ളത്.
ശരി ബാ, എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന് അങ്ങോട്ടാണെന്ന് തീരുമാനിച്ച് കഴിഞ്ഞു സൊമാറ്റോ. അപ്പോൾ എന്തായാലും നോ എസ്കേപ്പ്, എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയേ പറ്റൂ. അപ്പോൾ നമുക്കിതിൽ വേറെ നോക്കാനൊന്നുമില്ല, നമുക്ക് വേണ്ടത് മെയിനായിട്ട് കണ്ടൻറ്റ് വേണം, അത്ര തന്നെ. അത് ഇങ്ങോട്ട് അടിച്ചാൽ കുഴപ്പമില്ല. ഇത് നടുവഴി ആട്ടോ നിൽക്കണം, എന്ത് പറ്റി ആട്ടോയ്ക്ക്? റിവേഴ്സിൽ പോകണം ആട്ടോ, എന്തിന് റിവേഴ്സിൽ പോകണം? തിരിച്ചാൽ പോരെ, റിവേഴ്സിൽ പോകണ്ടല്ലേ, ഇത് മെനക്കേടാണ് അല്ലേ ഇങ്ങനെ പോണത്. അതിനേക്കാൾ താഴെ പോയിട്ട് തിരിച്ചെടുത്താൽ പോരെ. ശരി കുഴപ്പമില്ല ബാ, ഓരോരുത്തർ ഓരോ ഐഡിയ അല്ലേ. ഓക്കെ, നമ്മളങ്ങനെ കുന്നപ്പുഴ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. മാപ്പ് ഇട്ട് നോക്കാം ബാ, ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളത്. നേരെ പോയിട്ട് ലെഫ്റ്റാ, കറക്റ്റാണ് മാപ്പ്. ചില സമയത്ത് കുത്തിറക്കം കാണും, അവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ പാടാണ്, അതാണ് നോക്കണത്. ഇല്ലെങ്കിൽ വേറെ വഴി മാറ്റി പിടിക്കാം, വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഈ ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ചെറിയ മുടുക്കാണ്, ഇതുവഴി കയറിയ പണിയാവോ? ഡൗട്ടാണ് എനിക്ക്. ശരി ബാ, പോയി നോക്കാം. മേപ്പെണ്ണ ചതിക്കല്ലേ അല്ലേ? ചെറിയ മുടുക്കായിരിക്കണ്, നമ്മൾ വലിയ കാര്യത്തിൽ കയറി പോവുകയാണ്. വഴി കാണുമല്ലേ, കാണാതിരിക്കാൻ ചാൻസില്ല. വാ വെണ്ണില ഉന്നെ താനേ തേടി പോകിരേ. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് മിക്കവാറും വഴി കാണില്ല, കൺഫേം ആണ്. പോണ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ചതിക്കാൻ പോണ മാപ്പ് ഉറപ്പാണ്, കൺഫേം. ഉള്ള പട്ടിയൊക്കെ വരണം, ഓട്ടിക്കോ ഉണ്ടോ ഇല്ല. പക്ഷേ ഇത് എങ്ങോട്ടേ പോണത്? ഇത് എവിടെ പോണത് കറക്റ്റായിട്ട് പറ. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റാണെന്ന് തോന്നുന്നു ലൊക്കേഷൻ. ശരി ബാ, പോയി നോക്കാം. നേരത്തെ കറക്റ്റാണ് കാണിച്ചില്ല, ഇപ്പം എന്ത് ഇല്ല മാറ്റിക്കളഞ്ഞ്. ഇപ്പോൾ റൂട്ട് കാണിക്കില്ല, റീറൂട്ട് ചെയ്യണ. ശരിയോ, നമ്മളെങ്ങോട്ടാണ് പോകണം കേട്ടാ? ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് വഴി മാറിയാ, പണിയായാ? വഴി മാറിയിട്ടുണ്ടല്ലോ. ഇപ്പം എങ്ങനെ പോവും? ഹൗസ് നമ്പർ AR51 ഇതാണ് മാപ്പിൻ്റെ കുഴപ്പം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുള്ള. AR51 ഇവിടെ വരും. ഈ റൂട്ട് എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴൊക്കെ ഈ റൂട്ടിൽ വരും അപ്പോഴേ കൺഫ്യൂസ് ആവും. ഇവിടെയാണ് ഓർഡർ ചെയ്ത് സൊമാറ്റോ അല്ലല്ലോ, എവിടെ നിന്നാ വീട്? ഇതാണോ? ഇവിടെയാണ് സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്തത്? ഇവിടെയാണ് ആ വീടാ? ഓക്കെ, അവിടെയാണ്. ഞാൻ വഴി അപ്പുറത്ത് കയറിപ്പോയി, ഇവിടെ വഴി കണ്ടില്ലേ, ചില്ലറ ഉണ്ടല്ലോ. ഓക്കെ ശരി എന്നാൽ, താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. വഴി കുറച്ച് മാറിപ്പോയി, വേറെ വിഷയമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 47.35 പൈസയാണ്. നമുക്ക് നേരെ പൂജ വരെ പോവാം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ അത്? ചിത്തു ജോജി ഹോംലി ഫുഡാണ്, അടുത്തിനവിടെ. കൊള്ളാം, ഓർഡർ അടിച്ചില്ല പെട്ടെന്ന് തന്നെ, നല്ല കാര്യം. ചില സമയത്തൊക്കെ എവിടെയെങ്കിലും പോയി നിൽക്കണം ഓർഡർ അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിത്തു ജോജി എത്തിയിട്ടുണ്ട്. 7936 റെഡി ഒന്നില്ല. നെത്തോലി ഫ്രൈ. ആ ബൈക്ക് ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല, പൊളി തന്നെ. ഈ ഒരു ആംഗിളാണ് സൂപ്പർ ലുക്ക് അല്ലേ വണ്ടി, വേറെ ലെവൽ കേട്ടോ നമ്മളെ വണ്ടി. KL10 ബ്ലോക്സിൻ്റെ Yamaha FC V3 ബ്ലാക്ക് ബൈസാണ്. റെഡിയാ? ഓക്കെ, 7936. അപ്പോൾ ഓക്കെ പോന്നാ. വണ്ടികൾ നമ്മൾ പോകുമ്പോൾ മാത്രം വന്നുകൊണ്ടിരിക്കുക, അത്ര നേരം ഒരു വണ്ടി കാണൂല, എന്തോന്നത്. ഓക്കെ, ചുമ്മാ ഫണ്ണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാപ്പനംകോട് വിഷ്ണുനഗറാണ്. ഇവിടുന്ന് 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് നെത്തോലി ഫ്രൈ ആണ്. നെത്തോലി ഫ്രൈ, ഓ കൊതിയാവണല്ലേ. ആ ചോറിൻ്റെ കൂട്ടത്തിൽ നെത്തോലി മീൻകറി ഒഴിച്ച് അതിന് കൂടെ നെത്തോലി ഫ്രൈയും വെച്ച് കഴിക്കാൻ എന്ത് സുഖമായിരിക്കും അല്ലേ. കൊതിയാണ് പറയുമ്പോൾ തന്നെ. എല്ലാ മീനും ടേസ്റ്റാണ്, പക്ഷേ നെത്തോലി ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. കഴിക്കുമ്പോൾ നല്ല മുരാന്നിരിക്കും നെത്തോലി ഫ്രൈ കഴിക്കുമ്പോഴേ. ആ ടേസ്റ്റ് എന്ന് പറയുന്നത് ചുമ്മാ കഴിക്കാം, സ്നാക്സ് പോലെ, അത്ര ടേസ്റ്റാണ് നെത്തോലി. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കഴിക്കാൻ എളുപ്പമാണ്, മുള്ളുമില്ല. മുള്ളുണ്ട് പക്ഷേ വലിയ റിസ്ക് ഇല്ല കഴിക്കുമ്പോൾ, ചെറിയ മുള്ളായിരിക്കും, പൊടിഞ്ഞ് പോയിക്കോളും. അതുകൊണ്ട് നെത്തോലി ഈസ് മൈ ഫേവററ്റ് മീനാണ്. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്, ലെഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാപ്പ് നോക്കിയാലോ? നോക്കാം വാ. ഇപ്പോൾ ലൊക്കേഷൻ ഇവിടെ നിന്ന് കറക്റ്റ് 200 മീറ്റർ ദൂരമുണ്ട്. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. ആ സൊമാറ്റോ ആണേ. ആ ഓക്കെ, കണ്ട്. ഓക്കെ, ഈ വീടാണ് കസ്റ്റമർ പറഞ്ഞത്. ഓക്കെ ശരി എന്നാൽ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 42.90 പൈസയാണ്. നമുക്ക് നേരെ പൂജപ്പുര മെയിൻ റോഡല്ല, പൂജപ്പുരല്ല, നമുക്ക് നേരെ പാപ്പനോട് പോകാം. ഓക്കെ, അവിടെ പോയി ഇന്ന് അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും ഇപ്പോൾ കമോൺ ഗൈസ്, കട്ടയ്ക്ക് നിൽക്കണം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ട്രൂ ഫുഡ് കിച്ചൺ അക്സെപ്റ്റ് ഓർഡർ. ഇത് എവിടെ? ഇത് പുതിയ ഓർഡർ ആയിക്കണം, പുതിയ റെസ്റ്റോറൻറ്റ് ആയിക്കണം. ഓ, ഇത് എവിടെ പറഞ്ഞു? എവിടെ നിന്ന് അറിയാമോ? എസ്റ്റേറ്റ് റോഡ്. ഇവിടെ നിന്ന് കറക്റ്റ് 1.2 കിലോമീറ്റർ ദൂരമുണ്ട് പിക്കപ്പ്. ചെറിയ ഓർഡറാണ്, കുഴപ്പമില്ല. അപ്പോൾ കമോൺ ഗൈസ്. ഓക്കെ, റെസ്റ്റോറൻറ്റ് എത്താറായി. റെസ്റ്റോറൻറ്റ് അല്ല, ടേക്ക് അവേ ആണ്. ഫോട്ടോ നോക്കട്ടെ. ഈ വീടാണോ? നീല വീട്, ചുവന്ന ഗേറ്റാ. അതെവിടെ വരും? ഓ, ഇത് പണ്ടൊരിക്കൽ പോയതാണ്, വഴി അറിയാം പക്ഷേ മറന്നു പോയിട്ടാ. ഒരു ഓഡിയോ എടുത്ത് നോക്കട്ടെ, കേട്ട് നോക്കാം. പാപ്പനംകോട് എസ്റ്റേറ്റ് റോഡിൽ കയറി CSA ചർച്ചിന്റെ അവിടെ വന്ന സത്യനഗർ, അവിടെ ചവണിച്ചിവിള എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ശരിയല്ല, ഫുള്ള് മിസ്റ്റേക്കാണ് ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട്.
ചമ്മുണിച്ചി വിള, എവിടെയാണ് ചമ്മുണിച്ചി വിള? അന്നൊരിക്കൽ വന്നതാണ്, പക്ഷേ വഴി മറന്നുപോയി. ശരി, നോക്കാം, അങ്ങോട്ട് പോവാം. ആദ്യം നമുക്ക് മെയിനോട്ട് പോകാം. സംഭവം നമ്മൾ കയറിയ വഴി കറക്റ്റായിരുന്നു, ഇത് തന്നെ ചവണിച്ചി വിള. അപ്പോൾ ഇതിലോട്ട് പോയിട്ട് ഇവിടെ എവിടെയാണ് പറഞ്ഞത് അതാണ് നോക്കണത്. നമ്മൾ നേരത്തെ നിന്നില്ല, അവിടെയാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇൻ്റർലോക്കിട്ട് റോഡ് അവിടെ. എന്നാലും അങ്ങോട്ട് പോയി നോക്കാം. ഹവോൺ അപ്പോൾ വന്ന വഴി കറക്റ്റായിരുന്നല്ലേ, നമ്മളാണ് മിസ്റ്റേക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് അധീന കമ്മ്യൂണിറ്റി ഹാൾ, മൃഗാശുപത്രി കമ്മ്യൂണിറ്റി ഹാൾ ഇത് തന്നെ. ഓക്കെ, സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രൂ ഫുഡ് കിച്ചൺ. അവിടെ നിന്ന് മാറിയില്ല, അവിടെ നിന്ന്. ശരി ശരി, ഓക്കെ ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, മണിപ്പൂർ 8:45 മണിയായി. നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഇടിയപ്പം ആൻഡ് എഗ് റോസ്റ്റ് ആണ്. പോകേണ്ട സ്ഥലം ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. വിഷ്ണുനഗറാണ്. ഇപ്പോൾ കൊടുത്ത കസ്റ്റമർ ഉണ്ടല്ലോ, അതേ സെയിം കസ്റ്റമറാണ് ഇപ്പോൾ ഓർഡർ എടുക്കാൻ പോകുന്നത്. ആ സെയിം കസ്റ്റമറിനെ ഇപ്പോൾ ഓർഡർ ചെയ്തേട്ടാ. ശരി, കുഴപ്പമില്ല. അപ്പോൾ ആ നല്ല പാട്ടല്ലേ വൈകിട്ടൊക്കെ. ആഹാ, ഇതൊരു ക്രിസ്ത്യൻ സോങ് ആണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്, CSI പള്ളി, കാണിച്ചുതരാം. ഈ പള്ളിയിലാണ് പാട്ട് കേൾക്കണത്. നല്ല പാട്ടല്ലേ, ആഹാ, കേൾക്കാൻ സുഖം. ഒരു സാഡ് സോങ് അല്ലേ ഇത്, എന്തായാലും മോട്ടിവേഷൻ ഉണ്ട് പാട്ടിൽ. ഓക്കെ, അകെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ. ഓക്കെ ഓക്കെ, ഇതാവും കറക്റ്റ്. ഇവിടെ ഇപ്രാവശ്യം മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് അറിയാം. ഓക്കെ, ശരി. അങ്ങനെ ഒരേ വീട്ടിൽ 2 ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. ശരി, അപ്പോൾ ഇവിടെ നിന്ന് ശരിയാവില്ല, ഇതേപോലെ അടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ലോങ് അടിക്കണം അല്ലേ, ലോങ് ഓർഡർ പോയാൽ രസമുള്ളത്. ഓ, ചെളി കണ്ടോ ഇവിടുത്തെ റോഡ് കംപ്ലീറ്റ്, ചെളിയും കുണ്ടും കുഴിയും ഭയങ്കര മോശം. പയ്യെ പോയാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി കണ്ടോയിപ്പോവും. ആ, ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ദേവി ഹോട്ടൽ അക്സെപ്റ്റ്. ഇവിടെ അടുത്തിന് ഒരു 300 മീറ്റർ ദൂരം, 300 അടുത്തിന് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇവിടെ കൊണ്ട് വണ്ടി ഒതുക്കാം. ഇപ്പുറത്ത് വേണ്ട, ബസ് സ്റ്റോപ്പ്, ഇവിടെ വണ്ടി ഒതുക്കാം. ഓക്കെ, പോന്നാ, വാ, നടന്ന് പോവാം. ഇത്ര നേരം ബൈക്ക് ലോഗ് ചെയ്യില്ലേ, ഇപ്പോൾ നടന്ന് ബ്ലോക്ക് ചെയ്യാം. കമോൺ ഗൈസ്, ഓട്. ക്രോസിങ് മാത്രം നോക്കി ക്രോസ് ചെയ്യണം, അത്രയ്ക്ക് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ. ആ, അടുത്ത ഓർഡർ അടിച്ചല്ലോ, കൊള്ളാമല്ലോ, സൂപ്പർ. ട്രിവാൻഡ്രം ബാക്കേഴ്സാ, പോകുന്ന വഴിക്ക് തന്നെ. ശരി, അതും കൊടുത്തേക്കാം. 4168 അത് തന്നെ. ബറോട്ട, ബീഫ് ഫ്രൈ, ബീഫ് കറി. ഇത് ക്യാമറ, യൂട്യൂബർ ക്യാമറ വീഡിയോ യൂട്യൂബറിൽ വരും. ആ, ഓക്കെ, പോട്ടാ. ശരി എന്നാൽ. പുള്ളിക്ക് മനസ്സിലായില്ലേ? പുള്ളി ആലോചിക്കണം എന്നിട്ട്. ശരി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പോന്നാ. സംഭവം മൾട്ടി പിക്കപ്പാണ്. ഫസ്റ്റ് പിക്കപ്പ് എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ പിക്കപ്പ് കരമന കൽപ്പാളയാണ്. ട്രിവാൻഡ്രം ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. റെഡി വന്നു, ബാ പോവാം. റെഡി വന്നല്ലോ അല്ലേ? റെഡി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധനം ഉണ്ടല്ലോ, ഉണ്ട് 7707 ഇത് തന്നെ. ഓക്കെ, പിക്ക്ഡ് ഓർഡർ, 2 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോന്നാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ തമ്പാനൂരാണ്. എന്ത് സംഭവം, ഇവിടെ ആക്സിഡൻ്റ് ആയാ? വണ്ടി വഴിയില്ല, അത്ര വേറെ കുഴപ്പമൊന്നും, പേടിച്ചു പോയി. ഓ, സംഭവം എന്താ ഇവിടെ പോലീസ് പിടിച്ചോണ്ടോ? ആര് സംഭവം എന്താണ്? അടിയാ? അവിടെ എന്തോ അടി കേട്ടാ, കള്ളനാണെന്ന് തോന്നുന്നു, പിടിച്ചോണ്ട് പോകണം. 2 വെച്ചാർന്ന് അങ്ങോട്ട് പോയി നോക്കണോ ആവശ്യമില്ലാതെ? എന്ത് സംഭവം തന്നെ ഇവിടെ? ആ, ഓർഡറുണ്ട് അങ്ങോട്ട്, പിന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകേണ്ട ആളെ. കള്ളനാണെന്ന് തോന്നട്ടാ. എന്താണ് സംഭവം? ഇവിടെ ഇല്ലോ, ഫുഡ് വേറെ ബൈക്ക് ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? സംഭവം എന്താണ്? ഓ, ഓക്കെ. അടി തന്നെ മിക്കവാറും. സപ്പോസ് സിവിൽ ഡ്രസ്സിൽ പോലീസ് ഇറങ്ങി പിടിച്ചാണ് കേട്ടോ, പ്രതിയാണ്. ഓക്കെ, പോവാം, നിൽക്കേണ്ട. അപ്പോൾ നമ്മളിവിടെ നിൽക്കേണ്ട പണി കിട്ടും. കാരണം എന്താ പറയുക, നമ്മളിൽ ക്യാമറ വയ്ക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോലീസിൻ്റെ വായിന്ന് പള്ളി വെക്കേണ്ടി വരും. കാരണം നമ്മളിൽ ക്യാമറ വയ്ക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മനസ്സിലായോ? നമ്മളെ ജോലി നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ തമ്പാനൂരാണ്. ഇവിടുന്ന് 2.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 9 കാലമായിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. കണ്ടാ, സൂപ്പറല്ലേ ഇങ്ങോട്ടൊക്കെ. വണ്ടി കൊണ്ട് സൈഡിൽ ഒതുക്കാം എവിടെയെങ്കിലും. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം, കറക്റ്റായിരിക്കും. ഓക്കെ, നമ്മൾ പോകേണ്ടത് ടെർമിനലാണ്, KSRT ടെർമിനലാണ് പോകേണ്ടത്. ഇപ്പോൾ ക്രോസ് ചെയ്യാപ്പുറത്ത് പോകാം. ഇവിടെ സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബൈക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഏരിയയിൽ എപ്പോഴും ബൈക്ക് ലോക്ക് ചെയ്തേക്കണം, കാരണം അങ്ങനത്തെ ഒരു ഏരിയയാണ്. തിരക്കുള്ള ഏരിയയിലൊക്കെ പെട്ടെന്ന് വണ്ടികളൊക്കെ അടിച്ചുവിടുമ്പോൾ ചാൻസ് ഉണ്ട്. ഓക്കെ, 7707 ഇത് തന്നെ. വെയിറ്റ്. ക്യാമറ ഇപ്പോൾ ഓഫ് ആവും, ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ചാടി അപ്പുറത്ത് പോകുന്ന? അയ്യോ, അതൊരു പ്രശ്നമുണ്ടല്ലോ. ഇറങ്ങി തന്നെ പോകേണ്ടിരിക്കുന്നത്. ശരി, ബാ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ്, നമ്മളെ KLTN വ്ളോഗ് ഫാമിലി ആൾക്കാരാണ്. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, പറ. അപ്പോൾ എവിടെ താമസിക്കും നിങ്ങൾ? കൊല്ലത്ത്. ഓക്കെ, നിങ്ങൾ പേരൊന്നും പറഞ്ഞാൽ കൊള്ളായിരുന്നു. ആര്യ അതുൽ. അപ്പം ആര്യ അതുലിന് ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ഓക്കെ, കൈവിട്. അത്ര ഇതാ ഇത് മതിയാ, ഇത് സ്റ്റൈലല്ലേ? ഓക്കെ, ഇതാണ് ട്രെൻഡ്. ശരി, കൈവിട്. ഓക്കെ, അപ്പോൾ കണ്ടതിൽ സന്തോഷമുണ്ട്. ബൈ. ഒറ്റ. ഓക്കെ, സൂക്ഷിച്ച് പോകണം കേട്ടല്ലോ. ശരി.
ഓക്കെ കൊച്ചു ഭയം വേണ്ട അല്ല നമ്മൾ അനിയന്മാരെ പോലെ തന്നെ അല്ലേ. കസ്റ്റമർ വിളിച്ചായിരുന്നു, ഒരു വലിയ മിസ്റ്റേക്ക് പറ്റി, സംഭവം ഇവിടെ അല്ല പോകേണ്ടത്, നമ്മൾ പോകേണ്ട റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. GPS ലൊക്കേഷൻ ആണെങ്കിൽ ഇവിടെയാണ് കാണിക്കുന്നത്, പക്ഷേ കസ്റ്റമർ ലൊക്കേഷൻ അപ്പുറത്താണ്. അതാണ് പുള്ളി പറഞ്ഞു 1ാമത്തെ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞപ്പോൾ ഈ സത്യം പറഞ്ഞ കത്തി ലൈറ്റായിട്ട് കറക്റ്റ് കൺഫേം ചെയ്യണമായിരുന്നല്ലേ ഞാൻ. ശരി, നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സാധനം ബസ് സ്റ്റാൻഡിൽ വരില്ല, അറിയാമല്ലോ. അപ്പോൾ ഇതെന്തായാലും കുറേ അലഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. പക്ഷേ എൻ്റെ അമ്മോ, ഇതുപോലത്തെ ഓർഡർ വരുമ്പോഴാണ് തേയണം, സത്യം പറയാമല്ലോ. ഓക്കെ, ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഓടി പോയിട്ട് വരാം. കമ്മോ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഓർഡർ കൊടുത്തുകൊണ്ട് കുറേ അലഞ്ഞ് ക്യാമറയ്ക്ക് ഓഫ് ചെയ്ത്, വേറെ ഒന്നുമില്ല, ചാർജ് കുറവാണ്. പിന്നെ ബാക്കിയുള്ള ഓർഡർ കാണിക്കണ്ടേ. ഇപ്പോൾ തന്നെ മണി ഇപ്പോൾ 9:45 9:45 അപ്പോൾ അടുത്ത ഓർഡർ കൊടുക്കേണ്ട സ്ഥലം സ്റ്റാച്ചു ആണ്. ഇവിടെ 1.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട, ബീഫ് ഫ്രൈ, ബീഫ് കറിയാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി, അപ്പോൾ ആപ്പടെ ടെൻഷനായി പോയിട്ടാ. അതായത് വേറെ ഒന്നുമില്ല, നമുക്ക് ഇതുപോലത്തെ ഓർഡർ നിൽക്കുമ്പോഴേ കസ്റ്റമർ ചൂടാവും. നമ്മളാണെങ്കിൽ എവിടെ കറങ്ങി വഴി മാറി നിൽക്കും. ലാസ്റ്റ് നമ്മളും ദേഷ്യപ്പെടും, അവരും ദേഷ്യപ്പെടും, ആ പോടെ ഒരു പ്രശ്നത്തിലാവും. വലിയ കുഴപ്പമില്ല, കണ്ടുപിടിച്ച് കൊടുത്ത് ഇങ്ങനെ സമയരോട് പോയി, ഒരു അരമണിക്കൂർ പോയി, സത്യം പറയാമല്ലോ. പക്ഷേ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വന്നായിരുന്നു, അപ്പോൾ അവരെ കൂടെ പരിചയപ്പെട്ട് മുന്നിട്ട് പോകണ്ടേ. അപ്പോൾ ഓർഡർ 10 മിനിറ്റ് പോയി. അപ്പോൾ എല്ലാം കൂടി ടെൻഷനായി, ആപ്പോടെ കൺഫ്യൂഷനിൽ പോയി, വഴി മാറി എവിടെയൊക്കെ പോയി. കുഴപ്പമില്ല, ഇതൊക്കെ അതിലുള്ളതിനല്ലേ, വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ, കട്ടക്ക് നിൽക്കണം, വാ. ഓക്കെ, അങ്ങനെ 2ാമത്തെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ദ സിറ്റിസൺ ഇവിടെ തന്നെയല്ലോ. സൊമാറ്റോ ആണേ, ഇവിടെ അല്ലേ ഓർഡർ ചെയ്തോ? സുജിത് എസ് കുമാർ ഇവിടെ അല്ലേ? വിളിച്ചു നോക്കട്ടെ ഇവിടെ. ഓക്കെ, പോട്ടെ. അപ്പോൾ നിങ്ങളുടെ പേരെന്താണ്? റോബിൻ. ഓക്കെ, റോബിനെ പരിചയപ്പെട്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. പോട്ടാ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ ക്യാമറയിൽ? ലൈഫ് അടിച്ച് പൊളിക്കണം കാഴ്ച പറ, കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും നാണോ അല്ലേ? എനിക്ക് നാണമുണ്ടോ ആദ്യമൊക്കെ, പിന്നെ മാറി. ഓക്കെ, ഇത് നമ്മുടെ ഡയലോഗാണ്, ചാനൽ ഡയലോഗ്. ലൈഫ് അടിച്ച് പൊളിക്കണം കാഴ്ച, ഒന്നും പറയാല്ലെങ്കിൽ ഇത് പറയാം നമ്മൾ. പോട്ടാ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ഓക്കെ, എന്നാൽ ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യണമല്ലേ? ശരി. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി പരിചയപ്പെട്ട് നല്ല കമ്പനിയായി, നല്ല പാർട്ടി കേട്ടോ. പാവം. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, നമ്മളിവിടെ തറായി. ഇടയ്ക്കൊന്ന് ഗോപ്രോ ചാർജ് ചെയ്യുന്ന ഓഫായി, പിന്നെ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ലാസ്റ്റ് ഓർഡർ കൊടുത്തതിന് അതിനുശേഷം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻറ്റിൽ. അവിടെ നിന്ന് എടുത്ത് പൊട്ടക്കുയിൽ ഓർഡർ കൊടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ തറായിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 10:15 മണിയായി. ഓക്കെ, കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. കാപ്പി കുടിക്കാൻ ഒരുപാട് കണക്ക് കാര്യങ്ങൾ തന്നെ പറയണ്ടേ. ഇന്ന് കിട്ടിയ മൊത്തം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 585 രൂപ ഓർഡർ ആണെങ്കിൽ 215 രൂപ ഇൻസെൻറ്റീവ്, 50 രൂപ ടിപ്പ്, എല്ലാം കൂടെ മൊത്തം 820 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഓർഡർ കുറവാണ്. സാറ് ഒരു 1000 കൂടെ അടിക്കുമായിരുന്നു. ഇന്ന് ഓർഡർ കുറവായിട്ട് ഇത്ര അടിച്ചോളൂ. അതായത് ഇന്ന് മൊത്തം ഓടിയ ഓട്ടമാണത്. അതായത് ഉച്ചയ്ക്ക് ഒരു 3 മണിക്കൂർ ഓടി, 3-4 മണിക്കൂർ. 12 മണിക്ക് ലോഗിൻ ചെയ്ത് 12 മണിക്ക് ഓർഡർ അടിച്ച് തുടങ്ങി. 1 മണിക്കൂർ ഓടെ പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് 3 മണിക്കൂർ ഓടിയുള്ളൂ. 4 മണിക്കൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും കൂടെ മൊത്തം കിട്ടിയ പേയ്മെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മൊത്തം 15 ഓർഡർ 8 മണിക്കൂർ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 820 രൂപ. മൊത്തം ഓടി കിലോമീറ്റർ ഒരു 95 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്ര തന്നെ. ശരി, കുഴപ്പമില്ല. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ല, ഞാൻ പറഞ്ഞില്ലേ. വെള്ളി ശനി ഞാൻ നല്ല ഓർഡർ ആയിരിക്കും. പിന്നെ മഴ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നല്ല ഓർഡർ ആയിരിക്കും. ദിവസവും മഴ വേണ്ട, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ശരി, കാപ്പി കുടിക്കാം. നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് പുട്ട് കടലക്കറിയാണ്. കഴിക്കാം. പൊളിയല്ലേ? ആദ്യം കടലക്കറി എടുക്കുക, പിന്നെ ഒഴിക്കുക, പിന്നെ എടുക്കുക, പിന്നെ ഒഴിക്കുക. എന്നിട്ട് പുട്ടും കടലക്കറിയിട്ട് നല്ല വരവണം. നല്ല വേരവി നല്ല മിക്സ് ചെയ്ത് നല്ല വലിയ കടല കേട്ടോ, സൂപ്പറായി കേട്ടോ. കടല സൈസ് കണ്ട വലിയ കടലയാണ്. ഓക്കെ, ഓ സംഭവം പുട്ട് കുറച്ചുകൂടെ പൊടിയാവണത്. നല്ല പൊടിയായില്ല, കുഴപ്പമില്ല, ടേസ്റ്റുണ്ട്. ചില പുട്ട് നല്ല പൊടിയായി, നല്ല സോഫ്റ്റായി. എത്ര പൊടിഞ്ഞില്ല മാവ്. ഓരോ മാവ് ഓരോ ടൈപ്പാണ്. അപ്പോൾ ഈ പുട്ട് മാവ് ഇതൊരു ടൈപ്പ് മാവ് തന്നെ, ഇതും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. മണിപ്പോൾ കറക്റ്റ് 10:45 മണിയായി. അപ്പോൾ കഴിച്ചിട്ട് കുറച്ച് ലീവ് കണ്ടിട്ട് പോയി ഉറങ്ങണം. അത്ര തന്നെ. നാളെ രാവിലെ എഡിറ്റിംഗ് കൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നാളെ വൈകിട്ടും ഇടണം. നോക്കാം, മാക്സിമം നാളെ വൈകിട്ടിടാം. വേറെ വിഷയമൊന്നുമില്ല. പിന്നെ 2 പേർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അഭിഷേക്, ഒന്ന് അർജുൻ. അപ്പോൾ 2 പേർക്കും ഹായ്. അപ്പോൾ ലൈഫ് അടിച്ച് വിളിക്കണം ഗോയ്സ്. ഓക്കെ, ഹാപ്പി അല്ലേ? എന്ത് ചെയ്യാം, ആരെന്ന് പറയാനല്ലോ. പറഞ്ഞാൽ നല്ലപോലെ കഴിച്ച് തിന്ന് പറയണം. അതുകൊണ്ടെങ്കിൽ പറയുമ്പോൾ തുപ്പി വെളി വരും. ഓക്കെ, ഇതൊക്കെ തെറിക്കാൻ പാടില്ല കയ്യിലുള്ളതെന്ന്. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. ഓഹോ, തെറിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടയ്ക്ക് നിൽക്കണം. പയ്യെ പറയാം, തെറിക്കൂല. ബാ വൈഷൂട്ടി ഉറങ്ങി. നാളെ സ്കൂളിൽ പോകണം നേരത്തെ, അതുകൊണ്ട് അവൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഇന്ന് എന്ത് ചെയ്യണം. ഓക്കെ, ടാറ്റ, അടുത്ത വീഡിയോ കാണാം. ബൈ.